വീരർത്തൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് ബാൾട്ടി ബോയ് ഭാരത് ഹൈ ഇത് ഡോൾ ഹൗസ് അല്ല ട്രഷ്, ഇതാണ് ബൊമ്മക്കുലു. ഇതൊരു ഡോൾ ഫെസ്റ്റിവൽ ആണ്. സൗത്ത് ഇന്ത്യയിലെ വിജയദശമിയുടെ അന്നാണ് ഇത് ആഘോഷിക്കുന്നത്. നിനക്കിതിനെ പറ്റിയൊക്കെ എങ്ങനെ അറിയാം ബാൾട്ടി ബോയ്? എനിക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതാണ് ലക്ഷ്മി, ഇത് സരസ്വതി, ഇത് ദുർഗ. ശരി, അടുത്ത ലൈനിലുള്ള ഡോൾസ് ആരൊക്കെയാണെന്ന് പറഞ്ഞാ നിന്നെ ഞാൻ സമ്മതിച്ചു തരാം. ഇത് ആരാന്ന് വെച്ചാ ഇതാണ് ക്യൂൻ വെല്ലു നച്ചിയാർ. ഇതാണ് റാണിയുടെ ധീരസേനാ നായകർ കുയിലിയും പിന്നെ ഉടയാളും. രാജ്ഞിയും സേനാനായകരോ എന്ന് വെച്ചാ സ്റ്റോറി ടൈം. ഹേ സംസ്കൃതി, സ്റ്റോറി മോഡ് ഓൺ. രാജ്യർ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത ആദ്യത്തെ ക്യൂനാണെന്നാണ് പറയപ്പെടുന്നത്. ഇവർക്ക് സ്വന്തം മാതൃഭാഷയെ കൂടാതെ ഉറുദു, ഫ്രഞ്ച്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ നന്നായി അറിയാമായിരുന്നു. ഇവർ തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന പ്രദേശത്തെ റാണിയായിരുന്നു. ഇന്നും അവർ അറിയപ്പെടുന്നത് വീരമംഗെ അഥവാ വീരവനിത എന്ന പേരിലാണ്. ബല്ലാരി, സിലമ്പം എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആയോധന കലകളിലും കുതിരസവാരിയിലും അമ്പെയ്ത്തിലും അവർ പ്രഗത്ഭയായിരുന്നു. ഈ കഥ 1772 തുടങ്ങുന്നത്. റാണി വേലു നച്ചിയാർ ശിവഗംഗയിൽ തന്റെ ഭർത്താവ് രാജാവ് മുത്തുവടകനാഥർ തേവറോടൊപ്പം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. യുവർ മജസ്റ്റി, ബ്രിട്ടീഷ് കമ്പനി സർക്കാരിൽ നിന്നും താങ്കൾക്ക് ഒരു ഉത്തരവ് തന്നുവിട്ടിട്ടുണ്ട്. ശിവഗംഗ രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി 1,00,000 രൂപ കപ്പമായി കെട്ടേണ്ടതുണ്ട്. കപ്പം കെട്ടാൻ വേണ്ടി ശിവഗംഗയും ഇവിടത്തെ ജനങ്ങളും നിങ്ങളുടെ അടിമകളല്ല. How dare you refuse? Because he is the king. Sivagangai will not pay arbitrary taxes to British East India Company. Please convey this to your overlords in Madras. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് അങ്ങനത്തെ ഒരു ഉത്തരം റാണി വേലുവിന്റെ അടുത്തിന് പ്രതീക്ഷിച്ചില്ല. അതും ഇംഗ്ലീഷിൽ. അവർക്ക് ഭയങ്കര ദേഷ്യമെന്ന് അവർ ആ സ്ഥലത്തിന് പോയി. ഇവരിനി ശിവഗംഗയെ ആക്രമിക്കാൻ വേണ്ടി വരും. നമ്മൾ നമ്മുടെ സേനയെ സജ്ജമാക്കണം മഹാരാജാവേ. നമ്മൾ ശിവഗംഗയിൽ നിന്നായിരിക്കില്ല, കാളിയാർ കോവിലിൽ നിന്നായിരിക്കും യുദ്ധം ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും അവിടുത്തെ ഘോരവനങ്ങളെ കടക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ മഹാരാജന്റെ ധാരണ തെറ്റായിരുന്നു. മുഖ്യമന്ത്രിന് അടുത്തിന് കിട്ടിയ പ്രൊട്ടക്ഷൻ മെസ്സേജിന് ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞ് റാണി വേലു അവളുടെ മകൾ വെള്ളച്ചീനെ കൊണ്ട് കൊല്ലംകുടി അമ്പലത്തിന് തിരിച്ചെത്തി. എന്തു പറ്റി ഒടിയൽ? എന്താ നീ ഇങ്ങനെ ഭയന്നിരിക്കുന്നത്? റാണിയമ്മ, വെള്ളക്കാർ കാളിയാർ കോവിലിന്റെ കാട് കടന്നു വന്നിരിക്കുന്നു. എന്താ? അവർ മഹാരാജാവിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു റാണി. ഇപ്പോഴവർ റാണിയെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. റാണി ചിന്ന മർദ്ദനെയും പെരിയ മർദ്ദനെയും കൂട്ടി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. നിങ്ങളെല്ലാവരും പുറകുവശത്തെ വഴിയിലൂടെ പൊക്കോളൂ. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വെള്ളക്കാരെ തടുത്തു നിർത്താം. റാണി അവളുടെ മകൾ വെള്ളച്ചി, ക്വീൻ ചിന്ന, പെരിയമുത്തു പിന്നെ കുറച്ച് അംഗരക്ഷകളുടെ ഒപ്പം അമ്പലത്തിന് പുറത്തു വന്നു. അവൾ ബ്രിട്ടീഷുകാരെ ഉടയൽ ടെമ്പിൾ മെയിൻ ഗേറ്റിൽ വെച്ച് കണ്ടു. വേലു നച്ചിയാർ എവിടെയാണുള്ളത്? ഉടിയൽ ധൈര്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഒപ്പം യുദ്ധം കൂടി. പക്ഷെ ബ്രിട്ടീഷുകാർ അവളെ കൊടൂരായിട്ട് കൊന്നുകളഞ്ഞു. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് വെള്ളക്കാർ വേലു നാച്ചിയാരുടെ രാജ്യത്തെ അവരിൽ നിന്നും തട്ടിയെടുത്തു. റാണി വേലു നാച്ചിയാർ കുറേ ദൂരം നീങ്ങിപ്പോയി. അവൾ ശിവഗംഗയിൽ നിന്ന് ദിണ്ടുക്കലിലേക്ക് പോയി. അവിടെ ഗോപാലൻ നായർ അവളെ യുദ്ധ തയ്യാറെടുപ്പിന് സഹായിച്ചു. റാണി വേലു നാച്ചിയാർ അവിടെ വാർ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ തുടങ്ങി. പെരിയമരുത്, നിങ്ങൾ തിരിച്ച് ശിവഗംഗയിലേക്ക് പോകണം. എന്നിട്ട് അവിടെ ചാരന്മാരെ സജ്ജരാക്കണം. ചിന്നമരുത്, നിങ്ങൾ ഡിണ്ടിഗുലിൽ എന്റെ ഒപ്പം ഇരുന്ന് പുതിയൊരു സേനയെ സജ്ജമാക്കണം. ആ സ്ട്രാറ്റജി അനുസരിച്ച് ചിന്ന പെരിയ തയ്യാറെടുപ്പ് തുടങ്ങി. ഋണി ഒരു പെൺപടേന് ചിലമ്പം, വള്ളരി, സ്വേർഡ് ഫൈറ്റിംഗ്, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ വെച്ച് തയ്യാറാക്കുമായിരുന്നു. അപ്പോ അവളുടെ കൺകൾ കുയിലി എന്നും ഒരു യുദ്ധക്കാരിന്റെ മേളിലെത്തി. നിങ്ങളാണ് ഉടിയലിന്റെ സേന. ക്വീലി, ഇന്നു മുതൽ ക്വീലിയാണ് ഉടിയലിന്റെ സേനാധിപതി.
ഉടയാൾ മഹാറാണിക്ക് വേണ്ടിയും ശിവഗംഗയ്ക്ക് വേണ്ടിയുമാണ് തന്റെ ജീവിതം ഹോമിച്ചത്. നിങ്ങൾ എല്ലാവരും ഉടയാളാവാൻ തയ്യാറാണോ? തയ്യാറെടുപ്പിൽ തന്നെ 8 കൊല്ലം കടന്നു കിട്ടി. അവൾ ബ്രിട്ടീഷുകാരെ എതിർക്കൊള്ളാൻ മുഴുവനും തയ്യാറായപ്പോൾ അവൾ ദിണ്ടുക്കലിൽ വെച്ച് സുൽത്താൻ ഹൈദർ അലിനെ കാണാൻ പോയി. അസ്സലാം അലൈക്കും ഹൈദർ അലി സാഹബ്. വഅലൈക്കും അസ്സലാം. ശിവഗംഗയിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. ഞാൻ വാക്ക് നൽകുന്നു, ആ ബ്രിട്ടീഷുകാരെ എല്ലാം തോൽപ്പിച്ചോടിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. അത് പറ്റില്ല സാഹബ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ ആർക്കോട്ട് ആക്രമിക്കുന്ന അതേ സമയം തന്നെ ഞങ്ങൾ എല്ലാവരും ശിവഗംഗയിലേക്കും പട നയിക്കും. വളരെ നന്നായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ ആർക്കോട്ടയിലായിരിക്കും. മാത്രല്ല ശിവഗംഗയിൽ നമ്മോട് നേരിടാൻ അവരുടെ കയ്യിൽ ഒരുപാട് സൈന്യമൊന്നും ബാക്കി കാണില്ല. ഈ തന്ത്രം പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് 5000 വീരന്മാരെ തരുന്നു. വളരെ നന്ദി. ഹൈദർ അലിന്റെ അടുത്തിന് സഹായം കിട്ടിയതിനു ശേഷം റാണി വേലു നാച്ചിയാർ ചിന്ന പെരിയ കൊയിലിനെ ഒപ്പം കണ്ടെത്തി. മഹാറാണി, അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ശിവഗംഗയിൽ ചാരന്മാരെ ഏർപ്പാടാക്കിയിട്ടാണ് തിരികെ വന്നിരിക്കുന്നത്. ഭലേ ബേഷ് പെരിയ മരുത്. മഹാറാണിക്ക് നമസ്കാരം. ഹൈദർ അലിയുടെ 5000 വീരന്മാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് തന്നെ ശിവഗംഗ കോട്ടയെ ആക്രമിക്കണം. നമ്മുടെ സേന അവരുടേതിനേക്കാൾ വളരെ വലുതാണ് ചിന്നമരുത്. പക്ഷെ അവരുടെ കയ്യിൽ തോക്കും ആയുധങ്ങളും ഉള്ളിടത്തോളം കാലം നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ശിവഗംഗ കോട്ടയിൽ നിന്ന് വന്നിട്ടിപ്പോൾ 8 വർഷമാകുന്നു. ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. ആക്രമിക്കുന്നതിന് മുമ്പായി അവരുടെ ആയുധങ്ങൾ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിജയം ഉറപ്പാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് ക്വീലി. പക്ഷെ മഹാറാണി, ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ശിവഗംഗ ആയുധപ്പുരയിലാണ്. അവിടെ എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും? പെരിയമരുതേ. മഹാറാണി, നമ്മുടെ ചാരന്മാരിൽ ചിലർ ശിവഗംഗ കോട്ടയുടെ ഉള്ളിലുമുണ്ട്. എങ്കിൽ വിജയദശമി ദിനത്തിലെല്ലാം നടക്കട്ടെ. അന്ന് പൂജ ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീകൾ അരമനയ്ക്കുള്ളിലേക്ക് പോകും. അവരെ ആരും തടുത്തു നിർത്തില്ല. ഞാനും ക്വീലിയും പിന്നെ ഉടിയൽ സേനയും പൂജയ്ക്കെന്ന പേരിൽ അരമനയ്ക്കുള്ളിലേക്ക് കയറും. എന്നിട്ട് ആയുധപുരയെ ഞങ്ങൾ വേരോടെ നശിപ്പിക്കും. പ്ലാനിനനുസരിച്ച് റാണി വേലു, കുയിലി പിന്നെ ഉടയാൾ പട്ടാളത്തിന്റെ ചില പെൺപടകൾ വിജയദശമിന്റെ അന്ന് ശിവഗംഗൈ പാലസിലേക്ക് എത്തി. പെരിയന്റെ സ്പൈ നെറ്റ്വർക്ക് മുമ്പ് തന്നെ അകത്തുണ്ടായിരുന്നു. ഇവരുടെ കയ്യിലുള്ള പ്ലേറ്റുകൾ കണ്ടിട്ട് ബ്രിട്ടീഷ് പടകൾക്ക് ഒരു ചെറിയ സംശയം പോലും വന്നില്ല. അവരെ അകത്ത് പോകാൻ സമ്മതിച്ചു. അകത്ത് പോയതിനു ശേഷം റാണി വേലു, കുയിലി അവരുടെ കണ്ണുരുട്ടി പാലസ് മൊത്തം പരിശോധിച്ചു. പെരിയാസിന്റെ സ്പൈ നെറ്റ്വർക്ക് കുയിലിക്ക് സിഗ്നൽ കൊടുത്തു ബൊമ്മൈകളുടെ സ്റ്റേജിന്റെ അടുത്തേക്ക് പോവാൻ. ഉടയാൽ പട്ടാളത്തിന്റെ മൊത്തപ്പടകളും ബൊമ്മൈകളും സ്റ്റേജിന്റെ അടുത്ത് എത്തി. അവിടെ അവര് തലവണങ്ങി. പെട്ടെന്ന് സ്റ്റേജിന്റെ അടിയിൽ ഒളിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ, വള്ളരി, കത്തി കയ്യിലേക്കെടുത്ത് അവര് ബ്രിട്ടീഷ് പടകളെ ആക്രമിക്കാൻ തുടങ്ങി. എന്താ നോക്കി നിൽക്കുന്നത്? വേഗം വെടിവെക്കേ. ബ്രിട്ടീഷ് പടകൾ വെടിവെക്കാൻ തുടങ്ങി. അവിടെ കൂടി നിന്ന ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഉടയാൽ പട്ടാളത്തിലുള്ള കുറേ ജവാന്മാർ ഗൺ പൗഡർ സെല്ലാസിലേക്ക് ഓടാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് പടകൾ അവരെ വെടിവെച്ചു. ആർക്കും 50 മീറ്റർ ഗൺ പൗഡർ സെല്ലാസ് പോലും എത്താൻ പറ്റിയില്ല. കുയിലി പതറ്റപ്പെടാൻ തുടങ്ങി. പോകും മഹാറാണി. ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് അവിടെയാണ് ക്വീലി. ഇത്രയും അടുത്ത് വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് മടങ്ങി പോവുക? നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവർ നമ്മളെ വെടിവെച്ച് കൊന്നു കളയും മഹാറാണി. മഹാറാണിയെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പൂജാത്തട്ടുകൾ എടുത്തോളൂ. വെള്ളക്കാർക്ക് ഒരു സംശയവും തോന്നരുത്. അവിടുത്തെ ആയുധം തന്നാലും മഹാറാണി. കുയിലി വല്ലാരി റാണിയുടെ അടുത്തിനെടുത്ത് ബുദ്ധിപൂർവ്വം അവളുടെ സാരിയിൽ അവളുടെ വല്ലാരിന്റെ ഒപ്പം ഒളിപ്പിച്ചു. പിന്നെ അവൾ റാണിയുടെ ഒപ്പം കേട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. റാണി മുമ്പിലായിട്ട് നടക്കുമായിരുന്നു, ഇവള് അവളുടെ പുറകിലായിട്ട് നടക്കുമായിരുന്നു. ഇങ്ങനെ ഒരു അവസരം നമുക്കിനി ഒരിക്കലും കിട്ടില്ല. അവിടുന്ന് പറയുന്നത് ശരിയാണ് മഹാറാണി. നമ്മൾ അങ്ങനെ തോറ്റുകൊടുക്കാൻ പാടില്ല ക്വീലി. പക്ഷെ ഇപ്പോൾ വേണ്ട. ഇപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ക്വീലി. ഈ തിരക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് ഏത് വിധേനയും ആയുധപുരയിൽ എത്തിച്ചേർന്നിരിക്കണം. ഒരു കാര്യം ചെയ്യാം. നീ ക്വീലി ക്വീലി റാണിക്ക് കുയിലിന്റെ അടുത്തുനിന്ന് ഒരു ബദലും കിട്ടാൻ അവള് തിരിഞ്ഞു നോക്കുന്നില്ല. അവള് കണ്ടത് വെച്ച് നോക്കിയപ്പോൾ അവള് നെട്ടിപ്പോയി. കുയിലി തന്റെ ജീവൻ പോലും കണക്കെടുക്കാതെ ഗൺ പൗഡർ സെല്ലാസിലേക്ക് നോക്കി ഓടുകയായിരുന്നു. ബ്രിട്ടീഷ് പടകൾ അവരെ വെടിവെക്കാൻ തുടങ്ങി. ഇത് കണ്ട റാണി അവളുടെ അടുത്ത് കാല കടന്നുകൊണ്ടിരുന്ന വല്ലാരി എടുത്ത് ആ ജവാന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. കുയിലി ഉള്ളിലേക്ക് ഓടുകയായിരുന്നു. അവൾ അവളുടെ സാരിയിൽ ഒളിച്ചു വെച്ചിരുന്ന 2 വല്ലാരി എടുത്ത്
ഗൺ പൗഡർ സെല്ലാസ് ഗേറ്റിന്റെ മുമ്പിൽ ഗാർഡ് ചെയ്തുകൊണ്ടിരുന്ന 2 പേരെ കൊന്നുകളഞ്ഞു. കുയിലി ഗൺ പൗഡർ സെല്ലാസിന്റെ ഡോറിനടുത്തുള്ള ടോർച്ച് കയ്യിലെടുത്ത് ഒരു മടിയില്ലാതെ സെല്ലാസിന്റെ അകത്തേക്ക്. റാണിന്റെ കൺകളും കുയിലിന്റെ കൺകളും കണ്ടുമുട്ടി. അവസാനമായിട്ട് റാണിന്റെ കൺകൾ നരഞ്ഞു. റാണിക്ക് മനസ്സിലായി അവൾ എന്താ ചെയ്യാൻ പോണേ എന്ന്. പിന്നെ പെരിയായും ചെന്ന അടുത്തുള്ള കാടിൽ പടകളായിട്ട് നിൽക്കുകയാണ്. പാലസിന് വന്ന വെടിശബ്ദം കേട്ട് അവര് എല്ലാവരും പടയായിട്ട് അകത്തേക്ക് പോയി. അവര് ഗൺ പൗഡർ സെല്ലാസിന് വന്ന പുകകളും കണ്ടു. പ്രതീക്ഷിക്കാത്ത അറ്റാക്കിന് മൂലം ബ്രിട്ടീഷുകാർ വീഴ്ത്തപ്പെട്ടു. റാണി വേലുനാച്ചിയാർ ശിവഗംഗയിന് പിന്നെയും കൈപ്പറ്റി. 8 കൊല്ലത്തിന്റെ പോരാട്ടത്തിന് ശേഷം റാണി വേലുനാച്ചിയാർ ശിവഗംഗയ്ക്ക് പിന്നെയും റാണിയായി. 8 വർഷത്തെ പരിശ്രമത്തിന് ശേഷം റാണി വേലുനാച്ചിയാർ വീണ്ടും ശിവഗംഗയുടെ സിംഹാസനത്തിൽ ആസനസ്ഥയായി. വിജയദശമി ദിനത്തിൽ റാണി വേലു നാച്ചിയാർ ശിവഗംഗയെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും രക്ഷിച്ചു. പിന്നെ ഇന്നും ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി വിജയദശമി ദിനത്തിൽ കൊല്ലക്കുടി ക്ഷേത്രത്തിൽ ഉടയാളമ്മന് പ്രത്യേക പൂജകൾ ചെയ്യുന്നു. ശിവഗംഗയിൽ വേലുനാച്ചിയാരുടെയും കുയിലിയുടെയും പ്രതിമയിൽ മാലയിട്ട് ജനങ്ങൾ അവർക്ക് ആദരവർപ്പിക്കുന്നു. ഭാരതീയ സർക്കാർ 2008 ഇവർക്ക് ആദര സൂചകമായി ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അഭിമാനത്തോടെ പറയൂ. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ട്രീഷ് മൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.